ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ന്യൂ ഗൊറില്ല 450 ആണ്. ആക്ച്വലി ഇത് ഗൊറില്ലയല്ല, ഗറില്ലയാണ്. അത് ഞാൻ കരുതിയത് ഗൊറില്ല എന്നാണ്, പക്ഷേ വായിച്ചപ്പോഴാണ് ഗറില്ലയാണത്. പിന്നെ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നും അല്ല, ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ്. കാരണം നമ്മുടെ കയ്യിൽ ഈ വണ്ടി കുറച്ച് നേരമേ ഉള്ളൂ. സോ ആ ഒരു കുറച്ച് നേരം കൊണ്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണേ. ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. പിന്നെ വൈകാതെ തന്നെ ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തും എന്നാണ് വിചാരിക്കണേ. സോ അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ ലുക്കിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ 450യുടെ ചെറിയ ചെറിയ എലമെൻറ്റ്സ്, അതായത് ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഗറില്ലയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഈ ഒരു പോർഷനും പിന്നെ ടെയിൽ സെക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സെയിം ആസ് ഹിമാലയൻ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയൊരു വണ്ടി പുതിയൊരു ലുക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തന്നെ പറയാം. നല്ല രസമുണ്ട് ആക്ച്വലി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. മുന്നിൽ നിന്ന് തുടങ്ങാനാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹിമാലയനിൽ കണ്ട അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ്. എനിക്ക് ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റിനെ എന്താ പറയുക, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതേ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഞാനിത് രാത്രി യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അത് യൂസ് ചെയ്താലേ എനിക്കത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. പിന്നെ മുന്നിലെ സസ്പെൻഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ 17 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്, അലോയ് വീലാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ABS കൊടുത്തിട്ടുണ്ട്. ABS ആക്ച്വലി സ്വിച്ചബിൾ അല്ല, ഹിമാലയനിൽ സ്വിച്ചബിൾ ആയിരുന്നു. ABS ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഡ്യുവൽ ചാനൽ ABS ആണ്, പക്ഷേ അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ ഹിമാലയനിൽ കണ്ട അതേ സെയിം ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്, LED ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് ആക്ച്വലി നല്ല രസമാണ്, രാത്രിയെ കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു മാസീവ് എൻജിൻ കാണാം, 450cc ഷർപ്പ എൻജിൻ്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു എൻജിനാണത്. കാരണം എൻ്റെ ഹിമാലയയിൽ അതേ സെയിം എൻജിനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, പവർഫുള്ളായിട്ടുള്ള എൻജിനാണ്, ഭയങ്കര എന്താ പറയുക സ്റ്റേബിളായിട്ടുള്ളൊരു എൻജിനാണ്. സോ ആ ഒരു എൻജിൻ തന്നെയാണ് ഈ വണ്ടിക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റേഡിയേറ്റർ കാണാം. പിന്നെ ഈ ഭാഗത്തായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റോക്കായിട്ടൊരു ക്രാഷ് കാർഡ് വന്നിട്ടുണ്ട്. ഇതിന് ആക്ച്വലി കുറേ ആക്സസറീസ് ഉണ്ട് റോയൽ എൻഫീൽഡിന് തന്നെ. നിങ്ങൾക്കത് ഷോറൂമിൽ നിന്ന് വണ്ടി വാങ്ങുമ്പോൾ ഷോറൂമിൽ നിന്ന് അത് മേടിക്കാമെന്നുള്ളൂ. ഒരുപാട് ആക്സസറീസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഗറില്ല 450 എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി സെയിം ഹിമാലയൻ്റെ ആ സെയിം ലുക്സ് തന്നെയാണ്. ഈ ഒരു ഭാഗവും പിന്നെ ഈ ഒരു ടെയിൽ സെക്ഷനൊക്കെ സെയിം ആസ് ഹിമാലയൻ തന്നെയാണ്. പിന്നെ എക്സോസ്റ്റ് നോക്കാനാണെങ്കിലും സെയിം അതേപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ഹിമാലയൻ്റെ അതേ എക്സോസ്റ്റ് സൗണ്ട് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ലൗഡറായിട്ടുള്ള ഒരു എക്സോസ്റ്റ് തന്നെയാണ്. നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്, ഭയങ്കര സ്വീറ്റായിട്ടുള്ള ലൗഡറാണ്. പിന്നെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും രസമുണ്ട്. കാരണം ഞാൻ ഹിമാലയയിൽ പറഞ്ഞ പോലെ അതായത് കുറച്ച് ചെറുതാക്കി നല്ല സ്ലീക്കായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പിന്നിലെ സസ്പെൻഷനെ പറ്റി പറയാനാണെങ്കിൽ മോണോഷോക്കാണ് ഓർത്തിട്ടുള്ളത്. അതിൻ്റെ കംഫർട്ടിനെ പറ്റിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാം. പിന്നിലേക്ക് വരുമ്പോൾ സെയിം ആസ് ഹിമാലയൻ തന്നെയാണ്. ഇവിടെ ഒരു സെക്ഷൻ ഒഴികെ ഹിമാലയനിൽ ഇവിടെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്, ചെറിയൊരു എന്താ പറയുക വെയിറ്റ് ലോഡ് ചെയ്യാൻ പറ്റിയൊരു സെക്ഷൻ കൂടി ഉണ്ട്. ആ ഇതൊഴികെ ബാക്കിയെല്ലാം സെയിം ആസ് ഹിമാലയൻ തന്നെയാണ്. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററെല്ലാം ഈ ഒരു ലൈറ്റിലാണ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കണേ. അത് ആക്ച്വലി നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അത് സെയിം ഹിമാലയനിലെ പോലെ തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഭയങ്കര വലിയൊരു ടയറുണ്ട്, 17 ഇഞ്ച് ടയർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ABS എല്ലാം ഉണ്ട്. ഭയങ്കര വലിയ ടയേഴ്സാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര വലിയ ടയേഴ്സാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഹിമാലയനെ തന്നെ ഒന്ന് ചെറുതാക്കി എന്നാൽ മോശമല്ലാത്തൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സീറ്റല്ല, സിംഗിൾ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്, നല്ല രീതിയിലുള്ള കംഫർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ സീറ്റ് അയച്ചു കഴിഞ്ഞാൽ അതിലൊരു ബുഷ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി നോക്കാം. വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത് എനിക്ക് നല്ല പ്ലാന്റഡ് ഫുഡാണ്. അത്യാവശ്യം എൻ്റെ ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് 6 feet ഹൈറ്റ് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ പ്ലാന്റഡ് ഫുഡ് ഉണ്ട്. എൻ്റെ കാല് നന്നായിട്ട് മടങ്ങിയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. സോ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 780 mm ആണ്. സോ
ഒരു 5.6 5.7 ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നൊരു ഹൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 169 mm ആണ്. സോ നമുക്ക് തന്നെ റോട്ടിൽ ചെറിയ ചെറിയ കട്ടറുകളിലൊന്നും അങ്ങനെ ചാടുക അല്ലെങ്കിൽ അടിയിടിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വണ്ടിയിൽ മേളിൽ കയറിക്കുമ്പോൾ ആദ്യം കാണുന്നത് ടാങ്ക് തന്നെയാണ്. ടാങ്ക് 11 ലിറ്റർ ടാങ്കാണ്. ഹിമാലയനിൽ ഇന്ന് 17 ലിറ്ററിൽ നിന്ന് ഒരു 11 ലിറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഓപ്പൺ കൊടുത്തേക്കുന്നത് ഒരു റൈറ്റ് സൈഡിലായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്, സെൻറ്ററിലല്ല, റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാണ് അലൈൻ ചെയ്ത് വെച്ചേക്കണേ. സ്വിച്ചസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സെയിം നമ്മൾ ഹിമാലയയിൽ കണ്ട അതേ സ്വിച്ചസ് തന്നെയാണ്. അതായത് ഇവിടെ ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഹൈ ബീം ലോ ബീം, ഇതിൽ തന്നെയാണ് പാസും കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്റർ, ഹോൺ, പിന്നെ ഇത് ജോയിസ്റ്റിക്കാണ്. അതായത് ഈ ഒരു മീറ്റർ കൺസോളിലെ കൺട്രോളുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് എൻജിൻ കിൽ സ്വിച്ചാണ്. സ്റ്റാർട്ട് ബട്ടൺ ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതൊരു മോഡും ചേഞ്ച് ചെയ്യുന്ന ബട്ടണാണ്. മീറ്റർ കൺസോൾ സെയിം 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ടോപ്പ് വേരിയൻറ്റിനാണ് ഈ ഒരു ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ അല്ല. നമ്മൾ സൂപ്പർ മീറ്റിയോറിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഒരു മീറ്റർ കൺസോളാണ് അതിൽ വന്നിട്ടുള്ളത്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിലാണ് ഇങ്ങനത്തെ ഈ ഒരു ഡിസ്പ്ലേ വരിക. ഈ ഡിസ്പ്ലേയിലായിരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് പോലുള്ള കണക്ടിവിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ മീറ്ററിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ വണ്ടി കയറി ഈ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ ഹിമാലയനെ അപേക്ഷിച്ച് ഈ ഒരു ഏരിയ ഭയങ്കര എംപ്റ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഹിമാലയയിൽ കയറിയാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് മീറ്റർ സെൻട്രലായിട്ടായിരിക്കും വരിക. പിന്നെ ആ ഒരു വിൻഷീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ നോക്കിയിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടൊരു എംപ്റ്റി ഫീൽ ചെയ്യും. കാരണം മീറ്റർ കുറച്ച് റൈറ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്തേക്കണേ. ഈ ഒരു ഭാഗം നമുക്കൊന്നും ഇല്ലാത്തൊരു എംപ്റ്റി ഫീലാണ് ഉണ്ടാവുക. ബാക്കി നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് നോക്കാം. പിന്നെ പറയാൻ പറ്റൊരു കാര്യമാണ്, ഇവിടെ ഒരു Type-C ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. USB ടൈപ്പ് അല്ല, Type-C ആണ്. Type-C ആക്ച്വലി ഹെൽപ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളിലും Type-C ചാർജറാണ്. സോ Type-C കൊടുത്തത് ഹെൽപ്ഫുള്ളായി. കാരണം ഞാൻ പല വണ്ടികളും കണ്ടിട്ടുണ്ട്, അതൊക്കെ USB ടൈപ്പാണ്. ഹിമാലയനിലും ഈ ഒരു വണ്ടിയിലും Type-C ആണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ പവർ ഡെലിവറി തന്നെയാണ്. മാരക പവറാണ് ഈ വണ്ടിക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 452cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഹിമാലയനിൽ. സോ ഹിമാലയനേക്കാളും കുറച്ചും കൂടി വെയിറ്റ് ലോസ് ഉണ്ട് ഈ വണ്ടിക്ക്. അതായത് ഒരു 10 കിലോളം വണ്ടിക്ക് ഇവർ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്, വീൽ ബേസ് കുറവാണ്. വീൽ ബേസ് ഹിമാലയയിൽ വരുന്നത് 1510 mm ആണ്, ഇതിൽ വരുന്നത് 1440 mm ആണ്. സോ എല്ലാ കാര്യത്തിലും കുറച്ചിട്ടുണ്ട് അവർ. സോ ആ ഒരു പവർ കൂടുതൽ നമുക്കിതിൽ ഫീൽ ചെയ്യും. കാരണം 10 കിലോ കുറച്ചപ്പോൾ അതിൻ്റേതായ ഒരു പവർ ചേഞ്ച് നമുക്ക് ഈ വണ്ടിയിൽ എന്തായാലും ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഹിമാലയൻ്റെ ആ ഒരു എൻജിനിൽ ഇച്ചിരി കൂടി ഒരു ഹൈറ്റ് കുറച്ചിട്ട് വെയിറ്റ് കുറച്ചൊരു വണ്ടി ഇറക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടി വന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം. അങ്ങനെ ഒരു വണ്ടിയാണ് ഗറില്ല. കാരണം അതായത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് ഹിമാലയൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് എങ്ങാനും ഒന്ന് വണ്ടി ചരിയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലെത്തിയില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ കുറച്ച് ടഫായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് അതേ ഫീലിൽ അതേ എൻജിൻ വെച്ചിട്ടൊരു വണ്ടിയാണ് ഗറില്ല. സോ ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫൺ ടൂറായിട്ടാണ് ഞാൻ ഈ വണ്ടിയെ കാണുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം ലോങ്ങൊക്കെ പോകാൻ പറ്റും, നല്ല കംഫർട്ട് ഉണ്ട്. സീറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ നല്ല കംഫർട്ട് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റും എല്ലാം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ടു യൂസ് ആണ്. അത് ഹിമാലയനേക്കാളും കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനും എല്ലാം ഈസി ടു യൂസ് ആണ് വണ്ടി. ഹാൻഡിലൊക്കെ കുറച്ചും കൂടി നമ്മുടെ അടുത്തേക്ക്, അതായത് നമ്മുടെ ബോഡിയോട് കുറച്ചും കൂടി അടുത്താണ്. സോ വണ്ടി നമ്മുടെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് വണ്ടി എന്നുള്ളൊരു ഫീലുണ്ട്. ഹിമാലയം കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ട്. സോ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു ചെറിയ വണ്ടി, നമുക്ക് കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി, അങ്ങനെ ഒരു ഫീൽ ഈ വണ്ടിക്കുണ്ട്. സോ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല കംഫർട്ടാണ്. അതിപ്പോൾ റൈഡർക്കാണെങ്കിലും പില്ലിയനാണെങ്കിലും നല്ല രീതിയിലുള്ള കംഫർട്ട് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഫീലൊക്കെ
നൈസാണ്, അതായത് സോഫ്റ്റാണ് ക്ലച്ചെല്ലാം. ക്ലച്ചിൻ്റെ ഭാഗത്താണെങ്കിലും ഗിയർ ബോക്സ് എല്ലാം അത്യാവശ്യം നൈസായിട്ട് സോഫ്റ്റായിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഗിയർ ബോക്സ് 6 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്, കാരണം ഒരു ഫോൾ ഗിയറോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം പക്കയായിട്ടാണ് തന്നെയാണ് ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ്. പിന്നെ ഈ ആക്സലറേഷൻ ആണെങ്കിലും എല്ലാം പക്ക തന്നെയാണ്, സ്മൂത്തായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. പിന്നെ ബ്രേക്സ് ആണെങ്കിലും കിട്ടിലും ബ്രേക്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അയ്യോ പട്ടി ഇപ്പോൾ ചായ മറിച്ചിട്ടെ. ബ്രേക്സിൻ്റെ കാര്യത്തിൽ കിട്ടിലും ബ്രേക്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത് റെയർ ആണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും അടിപൊളിയാണ് ഈ വണ്ടിക്ക്. അതായത് ഈ വണ്ടിക്ക് പറ്റിയ ബ്രേക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. സോ അതിനെ പിടിച്ച് നിർത്താൻ പറ്റിയൊരു ബ്രേക്സ് ആയിരിക്കണം, അങ്ങനത്തെ തന്നെ ബ്രേക്സാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്വിച്ചസിനെ പറ്റി പറയാനാണെങ്കിൽ നോർമൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഹിമാലയയിൽ വന്നിട്ടുള്ള അതേ സ്വിച്ചാണ്. പിന്നെ ഈ ഒരു ജോയിസ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഈ വണ്ടിയിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്, നമ്മളതിൽ തൊട്ടില്ല, പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മീറ്ററിൽ ആ ചേഞ്ചസ് വരുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വണ്ടി നനഞ്ഞതിൻ്റെ അല്ലെങ്കിൽ വെള്ളം കയറിയതിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കണം. അതായിരിക്കും അങ്ങനെ ഒരു ചേഞ്ച് വരാൻ ചാൻസ്. അതെനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറണേത്. ഇപ്പോൾ എനിക്ക് ആ കംപ്ലയിൻ്റ് ഇല്ല, ഇപ്പോൾ വണ്ടി ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കണേ. പിന്നെ മീറ്ററിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മീറ്റർ അടിപൊളിയാണ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എല്ലാത്തരം ഡീറ്റെയിൽസും ഈ മീറ്ററിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഫെസിലിറ്റി. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അതായത് ഗൂഗിൾ മാപ്പ് മിറർ ചെയ്യുക എന്നുള്ളതാണ്. അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ അറിയാത്ത എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അതൊരു ബെറ്റർ ഓപ്ഷനാണ്. വണ്ടി നിർത്തി ആരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കി അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഒന്നും വരില്ല. പിന്നെ ഈ ഗൂഗിൾ മാപ്പ് മിറർ ചെയ്യുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഒരു അപ്പോൾ ചാർജ് ഡ്രെയിൻ ആവില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ വണ്ടിയിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് കുത്തിയിട്ടിട്ട് പോക്കറ്റിലിട്ടാൽ മതി. അപ്പോൾ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ വണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഹിമാലയനിലെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, ഞാനത് കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട്. സോ നിങ്ങളത് കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അറിയാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോയിൽ കാണാം. ആ വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചെറിയ വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ട്രാഫിക്കിലും സിറ്റിയിലൊക്കെ നല്ല രസമാണ്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ടഫായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. 1440 mm ആണ് ഈ വണ്ടിയുടെ വീൽ ബേസ്. സോ അതൊരു ഭയങ്കര വലുതൊന്നുമല്ല. സോ നമുക്കങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ 6 ആക്കിയതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഭയങ്കര എന്താ പറയുക, അതിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വലിയ കുഴപ്പമില്ല, മീൻസ് അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ്. ചെറിയ കുഴികളൊന്നും നമുക്ക് അങ്ങനെ അടിക്കണ ഒരു ഫീലൊന്നുമില്ല. പിന്നെ അതായത് ബോഡിയിലേക്ക് വലിയൊരു രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ആ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ കുഴിയിലൊക്കെ ചാടുമ്പോൾ എൻ്റെ സൗണ്ടിൽ വരുന്ന ആ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒരു വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല. ചെറിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുള്ളൂ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പവർ ഡെലിവറി കാണിക്കണമെന്നുണ്ട്. നമുക്ക് ഹൈവേയിലൊന്ന് കയറിയിട്ട് ഓപ്പൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് പവർ ഡെലിവറി ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിതിൽ എന്തായാലും ഫീൽ ചെയ്യും. കാരണം 10 കിലോ കുറച്ചപ്പോൾ പവറിലുള്ളൊരു മാറ്റം നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. ഇതിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയ വണ്ടി എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനുള്ള വണ്ടിയാണ്. എനിക്കിതിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലുള്ളൊരു വണ്ടിയുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഷോറൂമിൽ ചെന്നപ്പോൾ ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കണത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനുള്ള വണ്ടിയാണ്. അതും കുഴപ്പമില്ല. പക്ഷേ ആ വണ്ടിയിൽ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്, കളറിൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയത് അതിനൊരു വയലറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, റോയൽ എൻഫീൽഡിൽ നിന്ന് എഴുതിയേക്കണതും. പിന്നെ ഇടയ്ക്കൊരു കളർ സ്പ്ലാഷ് പോലെ ഒരു വയലറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതെനിക്കൊരു എന്താ പറയുക, അതൊട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ തന്നെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഒരു വയലറ്റ് കൂടി കുത്തി കയറ്റേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു അധികപ്പറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു കളർ ഒഴികെ ബാക്കി ആ കളറും ഓക്കെയാണ്. പക്ഷേ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കണ ആ ഒരു കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു കൂടുതലും സെയിലാവാനുള്ള ചാൻസും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ 1-2 വണ്ടികൾ റോഡിൽ കണ്ടിരുന്നു. ആ കണ്ടതെല്ലാം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയുള്ളതാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള വണ്ടികൾ തന്നെയാണ് കൂടുതലും കണ്ടത്.
പിന്നെ വണ്ടിയുടെ മിറേഴ്സിലേക്ക് നോക്കാനാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള മിറർ തന്നെയാണ്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ വരുമ്പോൾ ആ മിററിലേക്ക് ബാധിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, നമ്മൾ മിററിലേക്ക് നോക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടുന്നില്ല. സോ വൈബ്രേഷൻ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് മിററിനെ. സോ ദാറ്റ് മീൻസ് ഈ വണ്ടിക്കും വൈബ്രേഷൻ ഉണ്ട്. കാരണം ഹിമാലയനിലുള്ള പോലെ തന്നെ സെയിം ആ ഒരു വൈബ്രേഷൻ ഈ വണ്ടിക്കുണ്ട്. അതായത് ഹയർ RPM, അതായത് ഒരു 4000 5000 RPM പോകുമ്പോൾ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ എല്ലായിടത്തും ഉണ്ട്. അതായത് ഹാൻഡിലാണെങ്കിലും മിററിലാണെങ്കിലും ഫുട് പേക്കിലും സീറ്റിലും എല്ലായിടത്തും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. ഈ വണ്ടിക്ക് 2 റൈഡിങ് മോഡ് വന്നിട്ടുണ്ട്, പെർഫോമൻസ് മോഡും എക്കോ മോഡും. ആക്ച്വലി ഇക്കോ മോഡ് കുറച്ച് എന്താ പറയുക, ഒരു പവർ ലാഗ് മോഡാണ്. അതായത് ചെറിയൊരു പവർ ഒന്ന് പിടിച്ചു വെച്ച് കുറച്ച് ലാഗി ആയിട്ട് ചെയ്യുന്നൊരു മോഡാണ് ഇക്കോ മോഡ്. പെർഫോമൻസ് മോഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പെർഫോമൻസ് ഉണ്ടാകും. അതായത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പറക്കും, ചുമ്മാ ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ പറക്കും, അങ്ങനത്തെ രീതിയിലാണ് പെർഫോമൻസ് മോഡ്. സോ ഈ 2 മോഡാണ് വന്നിട്ടുള്ളത്. ഹിമാലയയിൽ ആക്ച്വലി അത് 4 മോഡാണ്. അതായത് ABS ഓണും ഓഫും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഫുൾ ടൈം ABS ഓൺ ആയിരിക്കും. പിന്നെ ഇതിന് ആക്ച്വലി സ്ലിപ്പർ ക്ലച്ചാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു കംഫർട്ട് നമുക്ക് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പവർ ഡെലിവറി കാണിച്ചു തരാം. അടിപൊളിയാണ്. കാരണം ഒരു ഹയർ RPM വരുമ്പോൾ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിൽ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അതായത് വണ്ടി ഒരു ലോവർ RPM ഒരു 2000 3000 RPM ഭയങ്കര സൈലൻ്റാണ് വണ്ടി. അതായത് കുതിക്കാൻ നിൽക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ട് വെച്ചേക്കാണ്. ഒരു 4000 5000 RPM മുകളിലേക്ക് വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരക പെർഫോമൻസാണ് വണ്ടിക്ക്. ഒരു രക്ഷയില്ല. നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പവർ ഡെലിവറിയാണ് വണ്ടിയുടെ ഭാഗത്തുനിന്നുള്ളത്. പിന്നെ ഹൈ സ്പീഡിലൊക്കെ നല്ല സ്റ്റേബിളാണ് വണ്ടി. ഒരു രീതിയിലുള്ളൊരു എന്താ പറയുക ജെർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര സ്റ്റേബിളാണ് വണ്ടി. നമുക്ക് ഹൈ സ്പീഡിലൊക്കെ നല്ല കംഫർട്ട് വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് പോകണ ഒരു ഫീലൊന്നുമില്ല. പിന്നെ വണ്ടി ഹൈ സ്പീഡിലേക്ക് കയറിയാലും ബ്രേക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് വണ്ടി പിടിച്ചാൽ നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ നമുക്ക് നല്ലൊരു ഹൈ സ്പീഡിലേക്ക് ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഒരു 130 140 എന്നൊക്കെ പറയുന്നത് വണ്ടിക്ക് സിമ്പിളായിട്ടുള്ളൊരു സ്പീഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടാങ്കിനെ പറ്റി പറയാനാണെങ്കിൽ, ടാങ്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ ഒരു 11 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയാണ് ടാങ്കിന് വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു ഫ്യൂവൽ കപ്പാസിറ്റി കൊടുക്കാൻ തോന്നി, ഒരു 13-14 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റി കൊടുക്കാൻ തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഒരു ബൾക്കി ഫീൽ ഉണ്ടായേനെ. പക്ഷേ ആക്ച്വലി നല്ലൊരു ഡിസൈനാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ കാലുകൾ നല്ല ഹഗ് ചെയ്തിരിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതൊരു പ്രഡിക്ഷനാണ്. കാരണം ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ഒരു 28 to 30 32 ഒക്കെ ആയിരിക്കും. മിനിമം ഒരു 25 to 30 32 അത്രയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി വരിക. സോ കുറച്ചും കൂടി ഒരു 11 ലിറ്ററിൽ നിന്ന് ഒരു 12-13 ലിറ്ററിലേക്ക് കൊണ്ടുവരായിരുന്നു. കാരണം ഫ്യൂവൽ എഫിഷ്യൻസി കുറവാണ്. സോ ഒരു ലോങ് ജേണിയിലൊക്കെ നമ്മൾ ഒരുപാട് തവണ പമ്പിൽ കയറേണ്ട അവസ്ഥ വരും. സോ ഇച്ചിരി കൂടി ഒരു നല്ല കപ്പാസിറ്റി ഉള്ളൊരു മീൻസ് ഒരു 2-3 ലിറ്റർ എങ്കിലും ഒരു ഹയർ കപ്പാസിറ്റി കൊടുക്കാൻ തോന്നി. ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു എൻ്റെ ഹിമാലയനിലുള്ളൊരു ഇഷ്യൂ തന്നെയായിരുന്നത്. അതായത് പെട്രോൾ പമ്പിൽ ആ ഒരു നോബ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്തൊരു ഇഷ്യൂ ഈ വണ്ടിയിലുണ്ട്. ഈ വണ്ടി ടാങ്ക് കുറച്ച് എന്താ പറയുക ചരിഞ്ഞിട്ടാണ് ഇരിക്കുക. സോ ആ ഒരു നോബ് ഇതിലും സൈഡിൽ ചെന്ന് മുട്ടിയാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ ഒരു എന്താ പറയുക, അത് കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. പെട്രോൾ പുറത്തേക്ക് ചാടാത്ത രീതി, അത് പുറത്തേക്ക് ചാടുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. അത് ഹിമാലയയിലും ആ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നി. കാരണം കുറച്ച് നമ്മൾ നെഗറ്റീവല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അത് 1-2 തവണ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് നമ്മളത് ശ്രദ്ധിച്ചോളും. ഞാൻ നേരത്തെ വൈബ്രേഷൻ പറ്റി പറഞ്ഞപ്പോൾ മിറേഴ്സിലുള്ളൊരു വൈബ്രേഷൻ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ഒരു ഹൈ സ്പീഡ് എടുത്ത സമയത്ത് മിറർ ഒന്ന് അങ്ങോട്ട് ചരിഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ചിരുന്ന മിററാണ്. ഹൈ സ്പീഡ് എടുത്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ മൂലം അതൊന്ന് അങ്ങോട്ടേക്ക് ചരിഞ്ഞു. അത് 2 മിററും ചേഞ്ചസ് ഉണ്ടായിരുന്നു, 2 മിററിലും. അപ്പോൾ വൈബ്രേഷൻ നല്ല രീതിയിലുണ്ട്. ഒരു 5000-6000 RPM മുകളിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. പിന്നെ അത് ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഹീറ്റിംഗ് ആണെങ്കിലും
നല്ല ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു എന്താ പറയുക അത്ര വലിയ ഹീറ്റിംഗ് ഇല്ല. നമ്മൾ സിറ്റിയിൽ ബ്ലോക്കിലൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ നല്ലൊരു ബ്ലോക്കിലൊക്കെ ഓടിച്ചിരുന്നു. എൻ്റെ വീഡിയോ ക്ലിപ്പില്ല എന്നുള്ളൂ. ഞാൻ നേരെ നല്ല ബ്ലോക്കിലൊക്കെ ഓടിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് റൈറ്റ് സൈഡിലെ കാലിൽ ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയുക ചെറിയ രീതിയിലുള്ളൊരു ഹീറ്റിംഗ് അനുഭവപ്പെട്ടിരുന്നു. ചെറിയ രീതിയിലുള്ളൂ, ഒരു ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ലോങ് ജേണിയിലൊക്കെ മേ ബി കുറച്ചും കൂടി ഒരു ഹീറ്റിംഗ് അനുഭവപ്പെട്ടേക്കാം. എനിക്ക് ഹിമാലയനിൽ തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് ആണ്. അതായത് എനിക്ക് ഈ വണ്ടിയിൽ ഇത് ഫീൽ ചെയ്തു. കാരണം ഞാനിപ്പോൾ ഒരു 4 ലിറ്റർ പെട്രോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഫില്ല് ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ഫ്യൂവൽ ഗേജിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതായത് ഫ്യൂവൽ ഗേജ് ഇപ്പോഴും എം ടി ആയിട്ട് തന്നെ കാണിക്കണത്. ഞാനെടുത്തപ്പോഴും എം ടി ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇപ്പോൾ 4 ലിറ്റർ പെട്രോൾ ഒഴിച്ചു. ആ സമയത്തും ഫ്യൂവൽ ഗേജിൽ യാതൊരു ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ ചേഞ്ചോ കാണിക്കുന്നില്ല. ഫ്യൂവൽ ഇപ്പോഴും എം ടി ആയിട്ട് തന്നെ കാണിക്കുന്നത്. അതെനിക്ക് ഹിമാലയനിൽ ഫീൽ ചെയ്തു. ഹിമാലയനിൽ ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് 70 ലിറ്റർ ടാങ്കാണ്. സോ അപ്പോൾ നമ്മളൊരു ചെറിയ രീതിയിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു 11 ലിറ്റർ ടാങ്കിലും 4 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് യാതൊരു ചേഞ്ചും ഇതിൽ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വലിയ ടയേഴ്സാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടും ബാക്കും. അതിൽ റയർ ടയർ പറയാനുള്ളത് 160 സെക്ഷൻ ടയേഴ്സാണ്. സോ അത്യാവശ്യം നല്ല വലിയ ടയറാണ്, നല്ല വലിപ്പമുള്ള ടയറാണ്. അതായത് സൂപ്പർ ബൈക്സിനെ കൊടുക്കുന്ന പോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള ടയേഴ്സ് തന്നെയാണ്. സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് റോഡിൽ കിട്ടുന്നുണ്ട്. അത്രയും വലിപ്പമുള്ള ഒരു ടയറിൻ്റെ, അതായത് നമ്മൾ കോർണർ ചെയ്യുമ്പോഴും അങ്ങനെയുള്ളൊരു സെക്ഷനിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ടയറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 0 to 100 എന്നൊക്കെ പറയണത് ഓൾമോസ്റ്റ് ഒരു 7-8 സെക്കൻഡ്സ് ഒക്കെ എന്തായാലും മതിയാവും. അത്രയും പവർഫുള്ളാണ്. സോ ഉറപ്പായിട്ട് അത്രയും ടൈം പീരീഡ് മതി ആ ഒരു വലിയ സ്പീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ റൈഡിങ് കംഫർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ലാത്ത റൈഡിങ് കംഫർട്ടാണ്. നമുക്ക് അത്യാവശ്യം ലോങ് ജേണിയൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ പോകാൻ പറ്റും. നല്ല രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് ഉണ്ട്. സീറ്റ് ആണെങ്കിലും ഹാൻഡിലും എല്ലാം കൊണ്ടും നമുക്ക് വണ്ടിയുടെ ഭാഗത്ത് നല്ല രീതിയിൽ നല്ല കംഫർട്ട് ഉണ്ട്. സോ ലോങ് ജേണിക്കൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണത്. ഒരു ഹിമാലയൻ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയൻ യൂസ് ചെയ്യാൻ പറ്റാത്ത, അതായത് അത്രയും ചെറിയൊരു ഹൈറ്റുള്ള ഒരാൾക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അത്രയും അങ്ങനൊരു കംഫർട്ട് ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ് സൗണ്ട് ആണെങ്കിലും നല്ല രസമാണ്. അതായത് നമ്മളൊരു നല്ലൊരു ഒരു ഹയർ RPM വരുമ്പോൾ, അതായത് നോർമൽ ഒരു 3000 RPM വരെ ഒരു സൈലൻ്റ് ആയിട്ടൊരു സൗണ്ടാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഹയർ RPM വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ബാസ് വരും സൗണ്ടിന്. അത് ആക്ച്വലി നല്ല രസമാണ്. നമ്മളെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സൗണ്ട് തന്നെയാണത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ മാത്രമാണ്. നമുക്ക് വൈകാതെ തന്നെ ഈ വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു. ഒരു കുറച്ച് ദിവസം കയ്യിൽ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തും തന്നെയാണ് വിചാരിക്കണം വൈകാതെ തന്നെ. സോ അപ്പോൾ നമ്മളെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. പിന്നൊരു ഹിമാലയൻ വേഴ്സസ് ഗറില്ല എന്നുള്ളൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് വേണം അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ വണ്ടി നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ വണ്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കല്ല. ഷുവറാണത് ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കേ അല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ വണ്ടി കുറച്ച് ചെറുതാണെങ്കിലും വണ്ടിയുടെ പവർ ഒട്ടും ചെറുതല്ല. സോ ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു ബൈക്കല്ല. ഒരു 200cc ബൈക്കെങ്കിലും ഓടിച്ച് പരിചയമുള്ള ഒരാൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരു ഫൺ ആഗ്രഹിച്ച്, മീൻസ് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, 200cc എക്സ്പീരിയൻസ് ഉണ്ട്, സോ എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിയിലേക്ക് നോക്കാം. കാരണം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള പവർ ഉണ്ട്, കംഫർട്ട് ഉണ്ട്, ലോങ് ട്രാവലിനൊക്കെ ഓക്കെയാണ് വണ്ടി. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിപ്പോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും, റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, ബ്രേക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും, സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, അങ്ങനെ എല്ലാ രീതിയിലും വണ്ടി അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വന്ന് നോക്കാം. പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ മതി. കാരണം ഇതൊരു പുതിയ വണ്ടിയാണ്, റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ വണ്ടിയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ സർവീസ് ഷെഡ്യൂളൊക്കെ പറയുന്നത് ഫസ്റ്റ് സർവീസ് വരുന്നത് 750 കിലോമീറ്റേഴ്സിലാണ്. പിന്നെ ഉള്ള സർവീസുകൾ എന്ന് പറയുന്നത് 1 in 5,000 ആണ്. സർവീസ് കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 2,000-3,000 ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും. അത് വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു 400cc അല്ലെങ്കിൽ 450cc ബൈക്കിനെ അപേക്ഷിച്ച് അതൊരു ഭയങ്കര വലിയൊരു കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.
സോ അതാണ് അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 3,15,000 സംതിങ് ആണ്. 3,10,000 സ്റ്റാർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഹൈ എൻഡ്, അതായത് ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള വണ്ടിക്ക് 3,28,000 രൂപയാണ് വരുന്നിട്ടുള്ളത്. സോ നിങ്ങൾ വന്ന് ഷോറൂമിൽ വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടി സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു വലിയ ചേഞ്ചസ് ഒന്നും ബേസ് വേരിയൻറ്റും ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ട് തമ്മിലില്ല. ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ചേഞ്ചാണ് ഏറ്റവും മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ മറ്റ് ചേഞ്ചസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു വണ്ടിയല്ല, റോയൽ എൻഫീൽഡിൽ ഏതൊരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡീലറാണ് ആലുവയിലുള്ള അർബൻ ലോക്കോമോട്ട്. ഞാൻ അവിടുത്തെ ഒരു കസ്റ്റമറാണ്. എനിക്ക് അവിടുത്തെ സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നതും അർബൻ ലോക്കോമോട്ടാണ്. ആ ഒരു ബേസിൽ പറയുന്നതല്ല, ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എനിക്ക് അവിടെ സർവീസിൻ്റെ കാര്യത്തിനാണെങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിനാണെങ്കിലും കംപ്ലീറ്റ് അസിസ്റ്റൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിലുള്ളൊരു എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു കംപ്ലയിൻറ്റ്, ഇപ്പോൾ എനിക്കൊരു വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ അത് കൊണ്ടുവന്നോളൂ, നമുക്ക് അതപ്പം തന്നെ റെഡിയാക്കി തരാമെന്ന് പറയുന്നത്. അങ്ങനെ എനിക്കൊരു ആദ്യം വണ്ടി എടുത്ത സമയത്ത് തന്നെ എനിക്കൊരു ഹാൻഡിലിന് ചെറിയൊരു ഇഷ്യൂ തോന്നിയിരുന്നു. ഞാനത് അവരെ വിളിച്ചത് പറഞ്ഞു. അവരപ്പം തന്നെ എന്നോട് പറഞ്ഞു, സാർ അത് വണ്ടി ഒന്ന് കൊണ്ടുവരാമോ എന്ന് വെച്ചിട്ട് എനിക്കത് ജസ്റ്റ് ഇൻ മിനിറ്റ്സ് അതെനിക്ക് റെഡിയാക്കി തന്നു. അതിപ്പോൾ എപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും നമ്മളത് വിളിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഒരു അസിസ്റ്റൻസ് എനിക്കത് തന്നിട്ടുണ്ട്. സോ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡീലർ തന്നെയാണ് അർബൻ ലോക്കോമോട്ട്. അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാ തരം ഏത് വണ്ടിയാണെങ്കിലും അവരത് ഡീൽ ചെയ്യും. അവർക്ക് ആലുവയിൽ മാത്രമല്ല, നോർത്ത് പറവൂരിലും ഒരു ഷോറൂമുണ്ട്, പിന്നെ കാക്കനാട് മറ്റൊരു ഷോറൂം കൂടി ഉണ്ട്. സോ ഈ 3 ഷോറൂമിൻ്റെയും കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയാനോ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.